മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ആരാധ്യനായ MS വലിയത്താൻ സാറ് ചരകസംഹിതയെക്കുറിച്ചും ഭാരതീയ ആരോഗ്യശാസ്ത്ര മണ്ഡലത്തിലെ ഔഷധശാസ്ത്ര മണ്ഡലത്തിലെ മരുന്നുകളെക്കുറിച്ചുമെല്ലാം നല്ല രീതിയിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതും കൂടാതെ അരുണാചൽ പ്രദേശിലും ആസാമിലും ക്ലാസ് എടുക്കാനായിട്ട് എല്ലാ വർഷവും പോകേണ്ടി വരുമ്പോൾ ബംഗാളിൽ കൽക്കട്ടയിലാണ് തങ്ങാറുള്ളത്. അവിടെയുള്ള ബംഗാളികളെ പരിചയപ്പെടുമ്പോഴും CSIRലെ സയന്റിസ്റ്റായിട്ട് പ്രവർത്തിക്കുമ്പോഴും IICT ഹൈദരാബാദിൽ പ്രവർത്തിച്ചപ്പോഴും തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി പോലെയുള്ള ഇന്റർ ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള RRLൽ പ്രവർത്തിച്ചപ്പോഴും ബംഗാളികളുമായിട്ട് ബന്ധപ്പെടാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ അവിടെ 200, 300, 400 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു ടീക്ക സമ്പ്രദായം, ഇപ്പോഴും ഗ്രാമങ്ങളിൽ അതുണ്ടത്രേ, ടീക്ക സമ്പ്രദായം. അതിൽ നിന്നാണ് പാശ്ചാത്യരെ വാക്സിനേഷൻ ഉപയോഗിച്ചത്. പണ്ട് കേരളത്തിലും ഭാരതത്തിലും വസൂരി രോഗ ചികിത്സയ്ക്ക് ഗോവസൂരി പ്രയോഗം നടത്തുമായിരുന്നു. ഇതിന്റെ പേര് തന്നെ ഗോവസൂരി പ്രയോഗം എന്നാണ്. ഇപ്പോഴാണത് മാറിയത്, വാക്ക് മാറ്റിയത്. പണ്ടത് ബംഗാളിൽ അറിയപ്പെടുന്നത് ടീക്ക സമ്പ്രദായമല്ല, ടീക്ക സമ്പ്രദായം. ഈ വസൂരി സ്മോൾ പോക്സിന്റെ വൈറസ് പശുവില് വെച്ചിട്ട് ആ പശുവിന് വസൂരി രോഗം ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ പസ്സെടുത്ത് ചെറിയ ഇരുമ്പിൻ്റെ ക്യൂബിക്കിൾ എന്ന് പറയുന്നൊരു ബോക്സിലിട്ട് സീൽ ചെയ്ത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടും. 1 വർഷം കഴിഞ്ഞിട്ട് അതെടുക്കും. അതാണ് വാക്സിനേഷന് ടീക്ക സമ്പ്രദായത്തിലുള്ള വീക്കായിട്ടുള്ള സ്മോൾ പോക്സിന്റെ വൈറസ്. നമ്മുടെ കയ്യില് മുളയുടെ ഇല കൊണ്ട് ഒരു വര വരയ്ക്കും. മുളയുടെ ഇലയുടെ സൈഡ് ഷാർപ്പാണ്, വരച്ചാൽ മുറിയും കീറും എന്നുള്ള ഉറപ്പാണ്. പെട്ടെന്നൊരു വരയാണ്, ഒന്ന് ചൊറിയുന്ന മാതിരിയേ തോന്നുള്ളൂ, പക്ഷെ പെട്ടെന്ന് ചോര വരും. ഈ ഇരുമ്പ് ക്യൂബിക്കിളിലുള്ളതിന്റെ ഒരു ചെറിയ അംശം ഈ ചോര വന്ന സ്ഥലത്തങ്ങ് പുരട്ടും. അതാണ് യഥാർത്ഥത്തിൽ വാക്സിനേഷൻ. ഈ വാക്സിനേഷൻ എന്ന സമ്പ്രദായം പാശ്ചാത്യ രാജ്യത്ത് നിന്ന് ഇവിടെ വന്നതല്ല. വീക്ക് ജേംസ് എന്ന സമ്പ്രദായം പാശ്ചാത്യ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതല്ല. രോഗം പരത്തുന്നത് രോഗാണുക്കളാണ് എന്നുള്ള അറിവ് പാശ്ചാത്യ ലോകത്ത് നിന്ന് ഇവിടെ വന്നതല്ല. ആ രോഗാണുക്കള് മൃഗങ്ങളിലേക്ക് കൊടുത്ത് മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന വൈറസ് വീക്കായിരിക്കുമെന്ന അറിവ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഭാരതീയർ കണ്ടുപിടിച്ചതാണ്. ആ വീക്കായിട്ടുള്ള ജേംസിനെ ശരീരത്തിനകത്തേക്ക് കയറ്റിയാൽ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വളരുമെന്നുള്ളതും രോഗപ്രതിരോധ ശക്തി കൂടുമെന്നുള്ളതും ആ രോഗം വരില്ലെന്നും ഭാരതീയരെ പഠിപ്പിച്ചത് പാശ്ചാത്യരല്ല. നമുക്കറിയാമായിരുന്നു. ആ ടീക്ക സമ്പ്രദായം എന്ന ഉജ്ജ്വല സമ്പ്രദായം ചരകം എന്ന പുസ്തകത്തില് ഡോക്ടർ MS വലിയത്താൻ സാർ എഴുതിയിരിക്കുന്നതും ബംഗാളിൽ ഇന്നും അവരുടെ ഓർമ്മയിലുള്ളതുമായിട്ടുള്ള ആ ശാസ്ത്ര പൈതൃകത്തെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നല്ല പറഞ്ഞത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള വാക്സിനേഷനുണ്ട്. അതുകൊണ്ട് പഴയത് പഴയതായിട്ട് തന്നെ നിലനിർത്തിയിട്ട് പഴയ പോലെ ഉപയോഗിക്കണമെന്ന അർത്ഥമൊന്നുമില്ല. പുതിയത് വരുമ്പോൾ പുതിയത് സ്വീകരിക്കുക, പഴയത് ഇതേപോലെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കുകയും നമ്മുടെ മക്കളെയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരെയും പഠിപ്പിക്കുകയും നമ്മുടെ രാഷ്ട്രത്തിന്റെ ഇത്തരത്തിലുള്ള ശാസ്ത്ര പൈതൃകത്തിന്റെ ചെറിയ ചെറിയ തന്തുക്കള് മറ്റുള്ളവരെ അറിയിക്കുകയും അഭിമാനത്തോടുകൂടി നമ്മളൊരു ഹിന്ദുവാണ്, ഭാരതീയനാണ്,
ഹൈന്ദവ പൈതൃകത്തിന്റെ ഭാഗമാണ് ഇത്. അല്ല, ക്രൈസ്തവര് അവരുടെ പൈതൃകത്തിന്റെ ആണെങ്കിൽ അങ്ങനെ, മുസ്ലിങ്ങള് അവര് കൊണ്ടുവന്നതാണെങ്കിൽ അങ്ങനെ. പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ആ പറയുന്നതിൽ ദുരുദ്ദേശം ഇല്ലാണ്ടിരുന്നാൽ മതി. ഹിഡൻ അജണ്ട ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൈന്ദവ പൈതൃകം എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞാൽ എന്താ കുഴപ്പം വരാൻ പോണത്? അപ്പോ അങ്ങനെ പറഞ്ഞൊരു തലമുറയെ നമ്മുടെ ശാസ്ത്ര പൈതൃകം അറിയിക്കാനുമൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെയേറെ പ്രയോജനപ്പെടും. ഓരോ കാര്യങ്ങളിലും നമ്മളുടെ നേട്ടങ്ങൾ അറിയിക്കണം. ഇന്ന് ഭാരതീയരിൽ പണ്ടുണ്ടായിരുന്ന അപകർഷത, നെഹ്റുവിന്റെ കുടുംബവും കോൺഗ്രസ്സുകാരും ഭരിച്ചപ്പോൾ ഭാരതീയർക്ക് ഉണ്ടായിരുന്ന അപകർഷത കുറെ അധികം മാറി. ഭാരതം ഒരു ദരിദ്ര രാജ്യമാണെന്ന് ലോകത്തോട് തുറന്നു പറയാൻ എനിക്ക് ഒരു സങ്കോചവുമില്ലെന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞ ഒരു ഗതികേടിന്റെ പ്രതീകമായിട്ടുള്ള പ്രധാനമന്ത്രിയായിരുന്നു ഭാരതത്തിൽ ആദ്യം വന്നത്. ശരിക്ക് ഞാൻ ദരിദ്രവാസിയാണെന്നിങ്ങനെ ലോകം മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അഭിമാനത്തോടു കൂടിയാണ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി. ഒരു പ്രധാനമന്ത്രിക്കും ലോകത്തിൽ അവനവന്റെ രാജ്യത്തെ ഡിസ്കവർ ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഡിസ്കവർ ചെയ്യേണ്ടി വന്നൊരു പ്രധാനമന്ത്രി പാശ്ചാത്യ കണ്ണിലൂടെ, പാശ്ചാത്യ കണ്ണടയിലൂടെ ഭാരതത്തെ കണ്ട് ഇംഗ്ലീഷുകാർക്ക് തുല്യം മാനസികമായിട്ട് ഉയരാനും ശാരീരികമായിട്ട് ഇന്ത്യക്കാരെ പോലെ തന്നെ ജീവിക്കാനും ശ്രമിച്ച ഒരു പ്രധാനമന്ത്രി ഈ നാടിന്റെ സർവ്വ പൈതൃകത്തെയും തമസ്കരിച്ചു. അങ്ങേരുടെ പേരുകൊണ്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഇന്ന് ഈ രാഷ്ട്രദ്രോഹികളുടെ കേന്ദ്രം, ബുദ്ധിജീവികളുടെ എന്ന് പറയുന്ന ഒരു വിഭാഗം രാഷ്ട്രദ്രോഹികളുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയും, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിലെ തീവ്രവാദികളെ നന്മ നിറഞ്ഞവരുടെ പ്രതീകമായിട്ട് ജന്മദിനവും മരണദിനവും ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന, നാടിനെതിരെ എന്ത് പറഞ്ഞാലും അതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും അവകാശമാണെന്ന് ഉറഞ്ഞു തുള്ളുന്ന കുറെ നികൃഷ്ട ജീവികളുടെ ബ്രീഡിംഗ് കേന്ദ്രമായിട്ട് ഇതേ പ്രധാനമന്ത്രിയുടെ പേരിൽ അറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി മാറിയപ്പോൾ, അതുപോലെയുള്ള സ്ഥാപനങ്ങളിലെ പ്രൊഫസർമാര് പാശ്ചാത്യ കണ്ണടയിലൂടെ ഭാരതത്തെ കണ്ട് ഭാരതത്തെ അപകർഷത നിറഞ്ഞ വിധത്തില് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ 60, 65, 70 വർഷമായിട്ട് ശ്രമിച്ചതിന്റെ ഫലം ഈ നാട്ടിലെ നന്മകളെല്ലാം അവഹേളിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. തിന്മകളെ നന്മകളാക്കുകയും നന്മകളെ കുറെ കൂടി സിമ്പിളായിട്ട് ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യേണ്ടവര് പോലും അതിന് വിപരീതമായിട്ട് ചെയ്ത അപകർഷത ഉണ്ടാക്കാനും, വർഗീയതയാണ് ഹിന്ദു എന്ന പേര്, സംസ്കാരം എന്ന പേര് എന്ന് വരുത്തി തീർക്കാനും എല്ലാം ശ്രമിക്കുമ്പോൾ അതിന് പത്രമാധ്യമങ്ങളുടെ സപ്പോർട്ട് കൂടി അടുത്ത കാലം വരെ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പൊ മാറിയിരിക്കുന്നു. ധന്യമായിട്ടുള്ള ഈ പൈതൃകത്തിലെ ഓരോ ബിന്ദുക്കളും നമ്മളിൽ ഓരോരുത്തരും കുറച്ചെങ്കിലും പഠിച്ച് അത് ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരെ അറിയിക്കുക, ചർച്ചകൾ നടത്തുമ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെയുള്ള കാര്യത്തിന് മാറ്റിവെക്കുക. എന്നിട്ട് ബാക്കി വിഷയങ്ങൾ ചർച്ച ചെയ്തോളാം. അപ്പൊ നമ്മളുടെ ദൗത്യം പഠിച്ച ചില കാര്യങ്ങൾ കുറെ പേരെ പഠിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ കേൾപ്പിക്കാനെങ്കിലും സാധിച്ചാൽ വളരെ നന്നാകുമായിരുന്നു. അതിൻ്റെ ഒരെണ്ണാണ് ടീക്കാ സമ്പ്രദായം. ധാരാളം കാര്യങ്ങൾ ഇതുപോലെ ഉണ്ട്. എല്ലാ ദിവസവും ഒരു വിഷയമെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ സമർപ്പിക്കാൻ ശ്രമിക്കാം. അത് അപ്പം തന്നെ പഠിച്ച പേര് പഠിച്ച് ഒരു 10-25 പേരെങ്കിലും അറിയിക്കാം. ചിലരെ എതിർക്കും, ചിലരെ പുച്ഛിക്കും, പിന്നീട് തീർച്ചയായിട്ടും അവർ സ്വീകരിക്കാതിരിക്കില്ല. ഏതെങ്കിലും കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ വാദിക്കാനും ജയിക്കാനും അല്ല എന്ന് ഉറപ്പിച്ചു വരുത്തണം. മാത്രമല്ല ആരെയും ചവിട്ടി പുറത്താക്കാനല്ല, അടിച്ചകത്താനെത്താൻ തന്നെയാണ് എന്ന്
ഇതെല്ലാം ഭാരതത്തിന്റെ പൈതൃകമായിട്ട് പറയുമ്പോൾ ഇത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കൂടിയാണെന്നും ഇവിടെ സൗദി അറേബ്യയിൽ നിന്ന് വന്ന ആരും ഇല്ലെന്നും യെരുശലേമിൽ നിന്നും ഇസ്രായേലിൽ നിന്നും വന്നവരാരും ഇല്ലെന്നും ഉറപ്പിച്ച് മനസ്സിലാക്കുകയും മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വേണം ഇതുമാതിരിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം. നമസ്കാരം.